വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. അന്വേഷണ സംഘം പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തി. മാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും ചുറ്റിക വാങ്ങിയ കടയിലും തെളിവെടുപ്പ് നടത്തി. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി രശ്മി കാർത്തികയുണ്ട്. രശ്മി, ഇന്ന് എപ്പോഴാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്? അതുപോലെ ധനകാര്യ സ്ഥാപനത്തിലും അതുപോലെ ഈ ചുറ്റിക വാങ്ങിയ കടകളിലുമൊക്കെ തെളിവെടുപ്പ് നടത്തിയെന്ന് പറയുന്നു. എന്തൊക്കെയാണ് പ്രതി തെളിവെടുപ്പിനിടയിൽ പോലീസിനോട് വ്യക്തമാക്കിയത്? ദൃശ്യ 10 മണിക്ക് ശേഷമാണ് ഇന്ന് അഫാനുമായി പാങ്ങോട് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഈ ചുറ്റിക വാങ്ങിയ കടയിലും അതോടൊപ്പം തന്നെ ധനകാര്യ സ്ഥാപനത്തിലും ഒരു ബാഗ് വാങ്ങിയിരുന്നു. ആ ബാഗ് വാങ്ങിയ കടയിലും എത്തിയാണ് ഇപ്പോൾ അഫാനുമായി എത്തി തെളിവെടുപ്പ് നടത്തിയത്. അവിടുത്തെ സെയിൽസ് ഗേളും കടയുടമയും ഈ അഫാനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാനെ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അഫാന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് കഴിയുകയാണ്. ഉച്ചയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നൊരു വിവരം. അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ, അതായത് കസ്റ്റഡി വാങ്ങിയതിന് ശേഷമുള്ള അഫാന്റെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് അഫാൻ ഉമ്മയുമായി വഴക്കുണ്ടാക്കിയതിനു ശേഷം കയ്യിലുണ്ടായിരുന്ന ഷാൾ ഉപയോഗിച്ച് ഉമ്മയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. മരിച്ചു എന്ന് കരുതിയാണ് അഫാൻ വീട് പൂട്ടി പുറത്തേക്ക് പോയത്. പിന്നീട് വെഞ്ഞാറമൂട് ഈ കടയിലെത്തി ചുറ്റിക വാങ്ങിക്കുകയായിരുന്നു. പിന്നീട് ഒരു ബാഗ് വാങ്ങി ഈ ചുറ്റിക ബാഗിനകത്ത് ആക്കിയതിനു ശേഷം വാപ്പുമ്മയുടെ വീടായ സൽമാ ബീവിയുടെ വീട്ടിലേക്ക് എത്തി. അവിടെ എത്തിയതിനു ശേഷം ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നു. ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനു മുൻപ് ആദ്യം തല പിടിച്ച് ഭിത്തിയിൽ ഇടിച്ചു. 7 മിനിറ്റ് കൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയത്. ഇതിന്റെ കാരണമായി അഫാൻ പറയുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം, ഈ കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം അഫാന്റെ ഉമ്മയാണ് എന്നുള്ളത് എപ്പോഴും വാപ്പുമ്മ കുറ്റപ്പെടുത്തിയിരുന്നു. അതിനുള്ള വൈരാഗ്യമാണ്, തന്റെ ഉമ്മയെ കുറ്റപ്പെടുത്തുന്നതിനുള്ള വിഷമമാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ കാരണം എന്നുള്ളതാണ് പറഞ്ഞത്. കൊല നടത്തിയതിനു ശേഷം പിന്നീട് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴാണ് ഉമ്മ മരിച്ചിട്ടില്ല എന്നുള്ളൊരു വിവരം അഫാൻ അറിയുന്നത്. അതിന്റെ പിന്നാലെ ചുറ്റി കൊണ്ട് വീണ്ടും ഉമ്മയെ തലയ്ക്കടിക്കുകയായിരുന്നു. ഒന്നിൽ കൂടുതൽ തവണ സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് പ്രതി നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്ത് 4:30 അഫാനുമായി തെളിവെടുപ്പ് നടത്തിയത്. ഏതാണ്ട് 6:30 മണിവരെ ആ തെളിവെടുപ്പ് നീണ്ടു നിന്നിരുന്നു. ഈ തെളിവെടുപ്പിനിടയിൽ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള ഒരു കുറ്റബോധവും പ്രതിയുടെ മുഖത്ത് പ്രകടമായിരുന്നില്ല. ഒരു നിർവികാരമായിട്ടുള്ള അവസ്ഥയിലാണ് പ്രതി ഉണ്ടായിരുന്നത്. ഇത് തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക പ്രശ്നമാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനസിക രോഗ വിദഗ്ധരുടെ ഒരു പാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഒന്നുകൂടി അഫാനെ പരിശോധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ഇത്രയും കൊടും ക്രൂരത, അതായത് സ്വന്തം ജന്മം നൽകിയ അമ്മയെ ഒന്നിൽ കൂടുതൽ തവണ കൊലപ്പെടുത്താനൊക്കെ ഉപയോഗിക്കുന്നു. അതിനുശേഷം തെളിവെടുപ്പ് നടത്തുമ്പോൾ യാതൊരു വികാരവും ഇല്ലാതെ നിർവികാരനായി പെരുമാറുന്നു എന്ന് പറയുമ്പോൾ അതൊരു മാനസിക രോഗം അഫാൻ ഉണ്ട് എന്നുള്ളൊരു സംശയമാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത്. വളരെ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ പെരുമാറാനോ അല്ലെങ്കിൽ ഇങ്ങനെ കൊല നടത്താനോ കഴിയില്ല എന്നുള്ളതാണ് ഈ പോലീസുകാരുടെ സംശയം. ഏതായാലും സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അഫാനെ വീണ്ടും കോടതിയിൽ നൽകുകയാണ്. ഇനി വെഞ്ഞാറമൂട് പോലീസ് ആയിരിക്കും അഫാനെ കസ്റ്റഡിയിൽ വാങ്ങുക. അത് ബാക്കിയുള്ള കൊലപാതകം, അതായത് കാമുകിയെ കൊലപ്പെടുത്തി, പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, സഹോദരനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ബാപ്പയുടെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അഫാനെ കസ്റ്റഡിയിൽ വാങ്ങുക വെഞ്ഞാറമൂട് പോലീസ് ആയിരിക്കും. ഏതായാലും സൽമാ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ചോദ്യം ചെയ്തതിന് ശേഷം ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ദൃശ്യം.